ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് കടുക്ക അല്ലെങ്കിൽ കല്ലുമ്മക്കായ അച്ചാറാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ട് ചൂടാൻ വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഉപ്പും മുളകും മഞ്ഞളും ഇട്ട് കുഴച്ച് വെച്ച ഈ കല്ലുമ്മക്കായ അല്ലെങ്കിൽ കടുക്ക നമ്മളൊന്ന് നന്നായിട്ട് പൊരിച്ചെടുക്കുക. ശരിക്കും ഇതിൽ അങ്ങനെ തിരിയുന്നുണ്ടാവില്ല. ഞാൻ ശരിക്കും കുറച്ച് എരി കുറവ് ഇട്ടതാണ്. അപ്പോൾ എരി കൂടുതലുള്ള ആൾക്കാർ നല്ല മുളക് പൊടിയൊക്കെ ഇടുക. അപ്പോൾ ഇതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരും. ആ ഒരു സമയത്ത് നമ്മളിത് കോരി എടുത്ത് മാറ്റണം. ഞാനിത് സാധാ ഓയിൽ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കിയത്. നമ്മൾ വീട്ടിൽ മറ്റ് യൂസിനൊക്കെ എടുക്കുന്നത്. കാരണം നമ്മൾ ഏത് എണ്ണ എടുത്താലും കുഴപ്പമില്ല. പക്ഷേ ഇത് കുറേ ദിവസം വെക്കാൻ പറ്റുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കി കഴിക്കാനെങ്കിൽ ഇത് പറ്റും. ഒരാഴ്ച 2 ആഴ്ചയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഇതിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ്. ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും. നമ്മൾ അടുത്ത് തന്നെ ഉണ്ടാവണം. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഞാൻ ഇതൊക്കെ പൊരിഞ്ഞതിന് ശേഷം കോരി നന്നായിട്ടൊന്ന് എടുത്ത് മാറ്റുകയാണ്. അതിന് ശേഷം ഞാൻ ഈ പാനിൽ തന്നെ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചിട്ട് അവിടെ ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. അതിന് മുന്നേ നമ്മൾ ഇതിലേക്ക് കുറച്ച് കടുക് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ കുറച്ച് പേസ്റ്റും പിന്നെ പച്ചമുളക് നന്നായിട്ട് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞ് വെച്ചതും അതും കൂടെ ഇതിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ആവശ്യത്തിനുള്ള മുളക് പൊടി, കുറച്ച് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി അതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരിക്കലും ഇതിങ്ങനെ തീ കൂട്ടി വെച്ച് നമ്മളിങ്ങനെ പോകാൻ പാടില്ല. അപ്പോൾ നന്നായിട്ട് കരിഞ്ഞു പോവും. അപ്പോൾ എന്നോട് ഇതിങ്ങനെ കുറച്ച് തീ കൂട്ടി വെച്ച് പോയി ഞാൻ ഉപ്പ് എടുക്കുമ്പോഴേക്ക്. അപ്പോഴേക്ക് ഇത് കരിഞ്ഞൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് ഞാൻ വേഗം ഫ്രൈ പാന് മാറ്റിയെടുത്താണ്. അപ്പോൾ അതിന് ശേഷം ഞാൻ ആ പൊടികളിലൊന്നും ആയിട്ടില്ല. ഞാൻ വേഗം മുകളിൽ തന്നെ എടുത്ത് മാറ്റി. അപ്പോൾ ഞാൻ ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്താണ്. അപ്പോൾ നമ്മൾ ഇത്രയും പൊടികളൊക്കെ ഇട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് സുർക്ക ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ പൊരിച്ച് വെച്ച കല്ലുമ്മക്കായ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി സുർക്ക ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഇതിലേക്ക് അങ്ങനെ വെള്ളമൊന്നും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഞാൻ ഒരു സ്പൂൺ ഒരു പകുതി ഉലുവയും പകുതി കടുകും കൂടി വറുത്തിട്ട് നമ്മൾ പൊടിച്ചെടുത്തതാണ്. അങ്ങനെ അതും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഈത്തപ്പഴം നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് ഈത്തപ്പഴം സിർക്കയും കൂടിയിട്ട് കുറച്ച് സിർക്കയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ്. അതിനുശേഷം ഞാൻ നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ അച്ചാറിൻ്റെ ഇതിലുണ്ടല്ലോ അതിലേക്ക് ഞാൻ നമ്മൾ അരച്ച് വെച്ച ആ ഒരു ഈത്തപ്പഴവും ശർക്കരയും കൂടി മിക്സ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു കടുക്ക അച്ചാറാണ്. നല്ല ശരിക്കും നമ്മളെല്ലാവരും ഭയങ്കര ഈത്തപ്പഴമൊന്നും ഇടാറില്ലല്ലോ കടുക്കച്ചാറിൽ. ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാൻ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ ഒരു കുപ്പിയിലോ ഏതാവശ്യമുള്ള പാത്രം എന്ന് വെച്ചാൽ നമ്മളതിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ച് 1 മാസം അത്രത്തോളമൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാം ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിൽ. അപ്പോൾ ഇത് ഞാൻ ഓരോരോ കുപ്പിയിലേക്ക് ആക്കി മാറ്റുകയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി ഇതുവരെ ആരും നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് കമൻറ്റ് അറിയിക്കുക. ശരിക്കും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ.